ആണ് ടോവിനോട് ഫസ്റ്റ് വർക്ക് അതെ ചെയ്യുന്നത്. അതെ കറക്റ്റ് ഇഷ്ക് ചെയ്യാനിരുന്നത് ടോവിയാണ്. ടോവിനോ ആയിരുന്നു പിന്നീട് വായിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം നരിവേട്ട സംഭവിച്ചതാണ്. അതെ ഇതിനിടയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. ടോവി ഞാൻ സിനിമ മാത്രമല്ലാതെ മറ്റു വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സുഹൃത്തുക്കളാണ് നമ്മൾ. അപ്പം ടോവിയുടെ അടുത്ത് നമ്മൾ പിന്നെ ഇഷ്കിന് ശേഷം ആ കഥയ്ക്ക് ശേഷം പിന്നെ പോകുന്ന കഥ ഏതാണ്ട് 4 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം പോകുന്ന കഥ ഇതാ. അപ്പം എനിക്ക് ടോവി എന്നുള്ള സുഹൃത്തിനെ, ടോവി എന്നുള്ള ആക്ടറിനെ എങ്ങനെ നന്നാക്കി പ്രസന്റ് ചെയ്യാൻ പറ്റും. ഞാനും ഇത്രയും കാലം കഴിഞ്ഞിട്ടൊരു സിനിമ ചെയ്യുന്നത്. അപ്പം എനിക്കും അത് ഗുണം ചെയ്യണം, സിനിമയ്ക്കും ഗുണം ചെയ്യണം, ടോവിക്ക് അത് ഗുണം ചെയ്യണം, ടോട്ടൽ പ്രൊഡക്ഷൻ കമ്പനിക്ക് അത് ഗുണം ചെയ്യണം എന്ന തരത്തിലൊരു കഥയും കൊണ്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പം അത് കേട്ടെന്ന് തന്നെ ടോവിക്ക് അത് ചെയ്യാൻ ആ പിക്ക് അവൻ എടുത്തു. എന്താ പറയുക, ആ ചോയ്സ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഒരു സംവിധായകൻ ഒരു കഥയും കൊണ്ട് വരുന്നു, അത് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ടാവാം, ചിലപ്പം അപ്പം തന്നെ ആവാം. അപ്പം ടോവി അന്ന് തന്നെ ആ സമയത്ത് തന്നെ ആ കഥ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതാണ് ആ ടോവിയുടെ നേരത്തെ അഭിൻ പല സ്ഥലത്തും പറയുന്നുണ്ടായിരുന്നു. യെസ്, ആ ടോവിയുടെ എസ് ആണ് സിനിമയുടെ ഫസ്റ്റ് പോയിന്റ്. അതിനുശേഷമാണ് പ്രൊഡ്യൂസറിലേക്കും മറ്റു ടെക്നീഷ്യൻ